ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഇൻസ്റ്റൻറ്റ് ഹോം മെയ്ഡ് പിസയാണ് കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണല്ലേ പിസ. ആ പിസ എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഞാനിവിടെ പിസ ബേസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും പിസ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതും രണ്ടും കാണിക്കുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ ചിക്കൻ പിസയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും സന്തോഷകരവും ആരോഗ്യപ്രദവുമായ നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു 350 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 4 ഗ്രാം ഈസ്റ്റ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, പിന്നെ ആണി 1 ടീസ്പൂൺ. ഫസ്റ്റ് നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് 4 ഗ്രാം ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനി ഇതിലേക്ക് നല്ലോണം ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാൽ, ഇതൊരു ഇളഞ്ചൂട് പാലാണ്, അതും ചേർത്ത് നല്ലോണം ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യണം. അതിന് ശേഷം പാൽ ഉപയോഗിച്ച് നല്ലോണം കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടണേ. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം തന്നെ കുഴച്ചെടുക്കണം. ഇതുപോലെ നല്ലോണം, അതുപോലെ പാലൊഴിക്കുമ്പോഴും അധികം ഒഴിക്കറും മാവ് ലൂസാകാണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ നോക്കണം. ഇനി നല്ലോണം ഒന്ന് ഉരുട്ടിയതിന് ശേഷം മേലെ കുറച്ച് ഓയിൽ തടവി വെക്കാം. അതിന് ശേഷം 1 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവ് നല്ല പൊങ്ങാൻ വേണ്ടിയാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും കണ്ടോ, മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എയറെല്ലാം ഒന്ന് പോകാൻ വേണ്ടി തിരിച്ചു ഒന്ന് നല്ലോണം കയ്യിൽ ഓയിൽ തടവിയതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് മെല്ലെ പ്രസ് ചെയ്തതിന് ശേഷം ഇതൊരു 4 പീസായിട്ട് വെട്ടിയെടുക്കാം. ഈ ഒരു മാവിനെ കൊണ്ട് നമുക്ക് 4 പീസ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി കൈ കൊണ്ട് നല്ലോണം ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം. ഇതുപോലെ ചുറ്റി ചുറ്റി ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം. ഈ 4 പീസ് ഇതുപോലെ റൗണ്ട് ആക്കി എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മാവ് കുറച്ചുകൂടി നല്ലോണം പൊങ്ങി വരും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. കടയിൽ പോയി വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഈസിயாக പിസ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ മാവ് നല്ലോണം ഒന്ന് പൊങ്ങിയിട്ടുണ്ട്.
ഇനി നമുക്ക് കൈ കൊണ്ട് ഇത് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് റൗണ്ടാക്കി എടുക്കാം. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. കുക്കറിലാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 40-45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു ഗ്രില്ലിംഗ് വെച്ചതിന് ശേഷം ഇതിലേക്ക് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ നല്ല മസാലയെല്ലാം ചേർത്ത് നല്ല വറുത്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസായി വെട്ടിയെടുത്തത്, ചെറിയ കഷ്ണങ്ങളായി വെട്ടിയെടുത്തതിന് ശേഷം മസാലകളൊക്കെ പുരട്ടി നല്ലോണം ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മേലെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസും വെച്ച് എടുക്കാം കേട്ടോ, അതും നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കം ഇതുപോലെ സ്ക്വയറാ വെട്ടിയതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പും മുളകും മിക്സ് ചെയ്തതിന് ശേഷം അതും ഇതുപോലെ മേലെ വെച്ച് കൊടുക്കണം. ഇനി അതിന് ശേഷം ചീസ് മേലെ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇത് അമൂലിൻ്റെ ചീസാണ്. പീസൊക്കെ ശരിക്കും മോസില്ല ചീസാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതുപോലെ നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തും വെച്ചതിന് ശേഷം ഓവൻ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10-15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പിസ്സ വെച്ച് കൊടുക്കാം. ഞാൻ ഇതിൽ പിസ്സയിൽ ഒരു 730 വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ഇൻസ്റ്റൻറ്റ് പിസ്സ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ കമൻറ്റ്സ് അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.